ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വൈകുന്നേരം ഇറങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇറങ്ങി. കുറേ ദിവസമായിട്ട് നമ്മൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തിറങ്ങിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ വൈകുന്നേരം പുറത്തിറങ്ങിയപ്പോഴാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുടങ്ങുവാണ്. പിന്നെ വൈകുന്നേരത്തെ കറക്കമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ ഗസ്റ്റുകൾ കേട്ടോ, ഒത്തിരി പേര് അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നമുക്കൂടെ പോയാൽ ചൂണ്ട മേടിച്ചാലോ? അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഹായ്, ഹലോ. പതുക്കെ സംസാരിക്കത്തുള്ളൂ കേട്ടോ, ഭയങ്കര പാവം. ഹായ് ഉമ്മു. അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരുടെ വന്നേക്കുന്നതോ അവിടെ ഒരു ഗസ്റ്റൊക്കെ പോകുന്നുണ്ട്. അവർ ഫോട്ടോസൊക്കെ എടുത്തെടുത്തതോ പോകുന്നുണ്ട്. അവിടെ കുറേ ഗസ്റ്റുകൾ നിന്നിട്ടേ മീൻ പിടിക്കുന്നത്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ആദ്യം നമുക്കൊരു ചായ കുടിക്കാം, അല്ലയോ? ചായ കുടിച്ചിട്ട് പോകാം. അപ്പം ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ പോട്ടെ. അപ്പോൾ നമ്മളിത് ഇന്നാളി വന്നപ്പോൾ കണ്ടതുപോലെ അല്ലല്ലോ ഉമ്മു, ഏതാണ്ട് ആണ്ട് ഇവിടെ ഇങ്ങനെ തിട്ട പോലായി. നമ്മൾ നേരത്തെ വരുമ്പോ ഇതുവഴി നടന്നു പോന്നെ. ഇനിയിപ്പോ ഈ മണ്ണെല്ലാം ഇടിഞ്ഞു വീഴുവോ? ആഹാ, ഇപ്പൊ ഇവിടെ മണ്ണുള്ള സ്ഥലം കുറവാണ്. കുറച്ച് കഴിയുമ്പോ ഇവിടെ കൂടും. അതാ മണ്ണുള്ള സ്ഥലം ഇതൊക്കെ പോവും, അടിയിലാവും. അതുകൊണ്ട് ഒന്ന് രണ്ട് ചെറിയ പിള്ളേർ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ സമയത്ത് എനിക്കൊന്ന് കുളുവല് വരുമെന്ന് തോന്നുന്നു. അതാ അവന്മാര് മീൻ പിടിക്കുന്നത്. ഹായ്, നമുക്ക് കാലൊക്കെ നനയ്ക്കാം. നമ്മൾ ചെരുപ്പായോണ്ടേ വെള്ളം എപ്പോഴും വരുന്നതല്ലോ. ഇവിടെ ഓരോ സമയം വരുമ്പോൾ ഓരോ രീതിയാട്ടോ. അത് കൊള്ളാം, പെട്ടെന്ന് മാറുന്നുണ്ടോ? മറ്റേ കയ്യാല പോലെ. അയ്യോ, ഞാൻ മൊത്തത്തിൽ വെള്ളത്തിലായി. അവന്മാര് മീൻ പിടിച്ച് അങ്ങോട്ട് പോവാ. അത് കൊള്ളായിരുന്നു കേട്ടോ. ഒരു ബോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ബോട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. ഓ, എന്നാലും ഇത് കൊള്ളാം, ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന്. ആ, നമ്മൾ കുറച്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ടാ. ബോട്ട് ബംഗാരം പോയിട്ട് പോവല്ലേ അത്? ആന്ന്. ഇങ്ങനെ മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കാം. ഇവനെ ഫോളോ ചെയ്ത് നമ്മൾ ഇവിടം വരെ വന്നു. ഇവൻ്റെ കൂടെ ഒരാളിവിടെ ഉണ്ടായിരുന്നല്ലോ. ബംഗാരമൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ ഗസ്റ്റുകളെ കൊണ്ട്. ഹായ്, ഇഷ്ടം പോലെ ആൾക്കാരുമായിട്ട് വരുന്നുണ്ട് ബോട്ട്. ഇവന് മീൻ കിട്ടിയോന്ന് ചോദിക്കാം. ഡേ, മീൻ കിട്ടിയോ? ആര്? എന്താണ്? ചാക്കിനകത്തുണ്ടോ? ആഹാ, സത്യം ആണോ? പെട്ടെന്ന് പിടിക്കാൻ ഞങ്ങൾ കാണട്ടെ. കണ്ട കൊച്ചു പിള്ളേരൊക്കെ കുളുവൽ പിടിക്കാൻ ഇറങ്ങിയേക്കുവാ. ഇപ്പൊ കുളുവൽ കിട്ടുന്ന സമയാന്നോടെ? ഇപ്പൊ കുളുവൽ കിട്ടുന്ന സമയാന്നോ? ഓ, നിന്റെ കൂടെ ഒരാളൂടെ ഉണ്ടായിരുന്നല്ലോ, അതെന്തിയേ? ഇവർ രണ്ട് പിള്ളേരായിരുന്നല്ലോ. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഗസ്റ്റുകൾ വരുന്നുണ്ട്. വെള്ളം നനയും, എന്തായാലും നനയും. എന്തോ അമ്മ പറയുന്നേ? അയ്യോ, താന്നു പോന്ന്. ഓ, ഇത് കൊള്ളാം. പക്ഷെ സംഭവം അയ്യോ, അവരെയൊക്കെ അവിടെ ഇറക്കിയല്ലോ. അതുകൊണ്ട് അടുത്തവൻ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇവരെന്താ ഇവിടെ ഇറക്കുന്നേ? അയ്യോ, ക്യാച്ച് കിട്ടിയില്ലല്ലോ. അവന് മീനെ കിട്ടി. അതെന്താടാ കളഞ്ഞേ? അതെന്തിനാ കളഞ്ഞേ? എന്താണ്? അയ്യോ, അവനൊരു മീനെ കിട്ടിയതിനെ കളഞ്ഞ്. ആ, ഓ, അത് കൊള്ളത്തില്ലെന്ന്. അടാ, അപ്പം നീ വലിയ മീനിനെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലയോ? പെട്ടെന്ന് തന്നെ അതെനിക്ക് കിട്ടിയില്ല. അവനിങ്ങനെ എടുക്കുന്നത്. കിട്ടിയോ? ഇവന് കിട്ടിയോ? ഇവർ രണ്ടും കൂട്ടുകാരാന്ന് തോന്നുന്നല്ലയോ? അതെന്തുവാ, ഓടമാന്നോല്ലോ അവിടെ? ഇവിടെ ബോട്ടിൽ കൊണ്ടുവന്ന ആൾക്കാർ ഇറങ്ങുന്നത്. ഈ പൈപ്പിൻ്റെ മുകളിൽ ഫുള്ള് ആൾക്കാരാണല്ലോ. ഇവിടുന്ന് അവിടം വരെ. അയ്യോടാ, ഫുള്ള് നനഞ്ഞ്.
അയ്യോ അവരുണ്ട് നല്ല ഒരേ കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രസമുണ്ടല്ലോ. ആ ഒരേപോലത്തെ മാർക്ക് കിട്ടിയോ? ഇപ്പൊ പിടിച്ചാന്നാ അതെ പോകുന്നത് പോയി. ഇപ്പൊ അവൻ പിടിച്ചില്ലേ ഒരു മീനെ, എന്നിട്ട് അവൻ വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞത് ആ മീനാ ഇത്. ആ ഈ പിള്ളേർ നമ്മളെ പേടിച്ച് പോവാണില്ല, അവരിങ്ങനെ ചൂണ്ട ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോകുന്നതാ. അവരാ ഓളത്തിന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇനി അടുത്ത തിര ഇങ്ങ് വരെ വരുവേ. ഓ ഹെൽപ്പിംഗ് മെന്റാലിറ്റി നോക്കിയേ. ഉമ്മു അങ്ങോട്ടൊക്കെ പോയി ചോദിച്ചേട്ടോ ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന്. പിന്നെ അല്ല, അത് അവർ കുറേ നേരം കൊണ്ട് അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മുവിനൊരു സങ്കടം, അവരുടെ ഫോട്ടോ അങ്ങ് എടുത്തു കൊടുക്കാമെന്ന്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് കേട്ടോ ലക്ഷദ്വീപുകാരുടെ ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. കൊള്ളാം. ഇവന്മാർക്ക് കിട്ടിയ മീനുകൾ ദോ ചാക്കും കൊണ്ട് അങ്ങോട്ട് പോകുന്നിനി അവർ. കുറേ മീൻ കിട്ടിയെന്ന് തോന്നുന്ന പിള്ളേർക്ക്. ഇതേ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി കേട്ടോ, ഒരുപാട് ഗസ്റ്റുകളൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് തുടങ്ങിയിട്ടുണ്ട്. വെയിൽ താഴുന്ന സമയമായി. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അയ്യോ ഞാൻ അതിവിടെ കയറാൻ വഴിയില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിക്കോ. ഇല്ല ഒന്നുമില്ല, ഇനി ചായ കുടിക്കാൻ പോകാം. ആ പിള്ളേർ മീൻ പിടിച്ച പിള്ളേർ എന്ത് ചെയ്യുന്നു കണ്ടില്ലല്ലോ. മാതിരി ചാക്കുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അവർ മീൻ പിടിച്ച് അങ്ങോട്ട് അങ്ങ് പൊക്കോളൂ. പോയെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിച്ചാലോ? നമ്മൾ ചായ കുടിക്കാൻ വന്നു. ഹായ് ഹായ്. അയ്യോ ചിരിച്ച്. ആ ഉമ്മുൻ്റെ റിലേറ്റീവ്സ് ആണോ? ആണോ? ഉമ്മൂനെ കണ്ടപ്പോൾ അതേ കുഞ്ഞു ഉമ്മൂൻ്റെ അടുത്ത് അങ്ങ് വന്ന് അവർ ഉമ്മായി നോക്കുന്നുണ്ട്. ഉമ്മ ഓ കുഞ്ഞിൻ്റെ പേരെന്തുവാ? മുഹമ്മദ് സാലിഫ്. ഹായ്. കുഞ്ഞിൻ്റെ പേരെന്തുവാ? കുഞ്ഞിൻ്റെ പേരെന്തുവാ? പേരെന്തുവാ പറ. കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്നെ. ചായ കുടിക്കാൻ വരുന്നവരാണോ അതോ? നമ്മുടെ ചായയൊക്കെ പറഞ്ഞല്ലോ അല്ലയോ? പറഞ്ഞല്ലോ. ഇരുന്നിരുന്ന് കോഫിയും വന്ന് എൻ്റെ കട്ടണും വന്ന്. ഇനി അവർ ബാക്കിയുള്ള കടികൾ എടുക്കാൻ വേണ്ടി പോയി. തിരക്കുണ്ട് അതുകൊണ്ടാണ്. നല്ലൊരു തണുത്ത കാറ്റും ബീച്ചിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കാം. അടിപൊളിതേ നല്ല തണുത്ത കാറ്റ്. അവിടെ നിന്നൊരു പെണ്ണ് നോക്കുന്നുണ്ട്, അറിയുന്ന കൊച്ചാണ്. ഇന്ന് പതിവില്ലാതെ നല്ലൊരു കാറ്റുണ്ട് ഇല്ലയോ? നല്ല രസമുള്ളൊരു കാറ്റ്. ഞാൻ ഇന്ന് വന്നതുകൊണ്ട്. ഓ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ. ഓ ഞാൻ കുറച്ച് ദിവസം കൂടി. ഞങ്ങളും അത് തന്നെ, ഞാനും കുറേ ദിവസമായി ഇറങ്ങിയിട്ട്. സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അയ്യോ ഒരു കാര്യം എടുത്തില്ലെന്ന് അവർ. നമ്മൾ വേറെ എന്താ പറഞ്ഞില്ലേ, പക്കോട. ഇതൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ സ്നാക്സ്. ഞാൻ പറഞ്ഞല്ലോ എല്ലാം. ആ ഓക്കെ. അല്ലല്ല നിൽക്കുന്നത്തെ ഇത് തന്നാൽ മതിയെങ്കിൽ. വെള്ളം നിറച്ച വേണം. വേണ്ടല്ല മറ്റെന്താ ബ്രെഡ് പോക്കറ്റോ? അതിനകത്ത് എന്തുവാടെ? വേണോ? അല്ലെ സമൂസ ഇത് മതി. ഇതെടുത്തോടെ. ഇത് മതി ഞങ്ങൾക്ക്. അതിന് തന്നെ
കൂടുതൽ ഇത് എവിടെ കണ്ട് ലോക്ക് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞത് എന്നെ കാണത്തില്ല. കഴിക്കാം. എനിക്കൊന്നിൻ്റെയും ടേസ്റ്റ് അറിയുന്നില്ല. ആരെങ്കിലും വന്ന് അറിയാതെ ഫോൺ എടുത്താലും കുപ്പി എടുത്താലും മോളിലും കൂടി കാണാൻ പറ്റും. ആണോ? ഫോണിൽ സമൂസ കൊള്ളാമെന്ന് നോക്കട്ടെ. സമൂസ കൊള്ളാം. ഞാൻ ചുമ്മാ തിന്നുകൊണ്ട് വന്ന് കുടിച്ചോണ്ട് വന്ന് ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടുന്നില്ല. അപ്പം നിനക്ക് കൊറോണയോ? അടുത്തതേ നമ്മൾ സമൂസ എടുത്തു. സമൂസ ഇത് മറ്റേ ഇതുകൊണ്ട് ഉണ്ടാക്കിയല്ലേ ഷീറ്റ്, സമൂസ ഷീറ്റ്. ആണോ? ശരിക്കും കാണുന്നുണ്ട് സമൂസ ഷീറ്റ് ആവുന്നത്. നിങ്ങളിവിടെ സമൂസ മറ്റേ പരത്തി ഉണ്ടാക്കും. നല്ല സോഫ്റ്റ്, ടേസ്റ്റ് അറിയുന്നില്ല, സോഫ്റ്റാണ്. ടേസ്റ്റ് എങ്ങനെയാ? നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.